നമസ്കാരം. റിയാദിൽ നിന്ന് 2 ദിവസം മുൻപ് കാണാതായ പ്രവാസി മലയാളിയെ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ശിവകുമാർ വിജയകുമാറാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ശിവകുമാറിനെ കഴിഞ്ഞ 2 ദിവസമായി വാഹനവുമായി കാണാനില്ലായിരുന്നു. തുടർന്ന് ഇയാളുടെ സ്വദേശി തൊഴിലുടമ പോലീസിൽ പരാതി നൽകിയിരുന്നു. മലയാളി പ്രവാസി സംഘടനകളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിവരം കൈമാറി അന്വേഷണത്തിന് സഹായം നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റിയാദിലെ തൂക്കുപാലത്തിനടുത്ത് വാഹനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏകദേശം 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 1.5 മാസം മുൻപാണ് ശിവകുമാർ പുതിയ തൊഴിലുടമയുടെ കീഴിൽ ജോലിക്ക് പ്രവേശിച്ചത്. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് വിവരങ്ങളോ നാട്ടിലുള്ള ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളോ പുതിയ തൊഴിലുടമയ്ക്ക് ലഭ്യമായിരുന്നില്ല. തൊഴിലുടമയുടെ പക്കലുണ്ടായിരുന്ന അബ്ഷീർ പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ ഉപയോഗിച്ച് മലയാളി സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയുമാണ് ശിവകുമാറിന്റെ നാട്ടിലെ വിലാസവും പാസ്പോർട്ട് വിവരങ്ങളും കണ്ടെത്തിയത്. വിജയകുമാർ, തോമസ് നാടാർ, ശ്യാമള എന്നിവരാണ് ശിവകുമാറിന്റെ മാതാപിതാക്കൾ. റിയാദിലെ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്.